കഴിഞ്ഞ ദിവസം പാളിപ്പോയ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്തായി ചേച്ചി ബാക്കി കാര്യങ്ങളെന്ന് ചോദിച്ചു. എന്താവനോ ഒന്നും ആയിട്ടില്ല, ഫ്രിഡ്ജ് ഇതുവരെ വന്നില്ല, ഫ്രിഡ്ജ് കേടായതാണ് അവർ വിളിച്ചു പറയുന്നത്. ഇനിയിപ്പോൾ കണ്ടറിയാൻ ബാക്കി എന്താവും എന്നുള്ളത്. അപ്പം ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് സാധാരണ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുന്നതായിരുന്നു. ഇപ്രാവശ്യം എല്ലാം മൊത്തം എടുത്ത് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇറക്കിയാണ് വെച്ചിരിക്കുന്നത്. തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുളിച്ച് വന്നായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇഡലി ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുത്ത് ചേട്ടനെയും പറഞ്ഞിട്ടുണ്ട് നേരെ ജിമ്മിൽ പോയി. ഉച്ചയായപ്പോൾ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ഉച്ചയൂണാണ്. കാരണം വെജിറ്റബിൾസ് ഒന്നും ഇരിപ്പില്ല, സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് വന്നിട്ട് വാങ്ങാൻ കരുതി, അല്ലെങ്കിൽ വാങ്ങിച്ചു വെച്ചത് വേസ്റ്റായി കളയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കടല റോസ്റ്റ് ഉണ്ടാക്കാൻ കരുതി. രാവിലെ ഞാൻ കടല വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിനകത്തൊന്ന് വേവിച്ചിട്ട് നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. പിന്നെ ചേട്ടന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മോരുകറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ കേടാവുമെന്ന് പേടിച്ചിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ബാക്കി മാവ് കൊണ്ടുവച്ചു. അപ്പം ഞാനിവിടെ വൈകുന്നേരം ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നുണ്ട്. പുതിയ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. വൈകുന്നേരം ഡിന്നറിന് ഞാൻ റവ കൊണ്ട് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളുമാണ്. 1 കപ്പ് റവയും 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും പിന്നെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം അരച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പച്ചട്ടിയിലൊന്ന് ചുട്ടു നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിലൂടെ വേറെ ഒരു കറിയും വേണ്ട. ഇത് ബ്രൗൺ ആയിട്ടിരിക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്തിട്ടാണ് കേട്ടോ. വൈറ്റ് കളർ വേണമെങ്കിൽ മൈദപ്പൊടി ചേർക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ കാണാൻ. ടാറ്റാ.